എത്തിയടാ. ഇന്നത്തെ കുപ്പി എൻ്റെ വക, ആരും കാട്ടിടണ്ട. ഡേയ്, നിനക്കെന്തേടെ ലോട്ടറി വല്ലതും അടിച്ചാ? അതൊന്നുമല്ല, എന്നോടിക്ക് ഒരു പട്ടി എന്നെ അടിച്ച്. പട്ടി അടിച്ച? പട്ടി അടിച്ചാതെ കടിച്ചാ? ഇതെന്തോന്നൊക്കെയാണ് പറയുന്ന? ഡേയ്, അവളൊക്കെ നല്ലോണം ചോന്നിരിക്കുന്നല്ലോ. എവിടെ നിന്ന് പേഷ വാങ്ങിച്ചു കൂട്ടിയാണല്ലോ. സത്യം പറയടാ, നിനക്കെന്തൊരു പറ്റിയത്? ഞാൻ ജയ്ശാൻ്റെ വീട്ടിൽ ഹാർഡ് ഡിസ്കും കൊടുത്തിട്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴ് വണ്ടി കൊണ്ടിട്ട് റോഡിലിറങ്ങിയാൽ മര്യാദയ്ക്ക് ഓടിച്ചോളണം. അല്ലാണ്ട് തന്തയില്ലാത്രം കാണിച്ചിട്ട് ഒരുപാട് കൊണഞ്ഞ വർത്തമാനം പറഞ്ഞല്ലോ. തല്ലുകോ ഞാൻ തോട്ടിലറിയും. കേട്ടാ? അപ്പൊ ആവശ്യത്തിന് വാങ്ങിച്ച് കെട്ടിട്ടുള്ള ഇരിപ്പാണ്. എടേ, എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കാണ്, ഇതിനൊക്കെ അടി കൊണ്ടതിൻ്റെ പാർട്ടികളാണ്. അടി കൊണ്ടതിൻ്റെ ഒന്നുമല്ല, അടി കൊടുക്കാനുള്ള എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ പിന്നെ നിനക്കൊണ്ട് ഡെവലപ്മെൻറ്റിൽ നമ്മൾ നടക്കുന്നത്, വേറെ പണിയൊന്നുമില്ല, പാടായിരുന്നു. എടാ ചന്തു, ഏതായാലും കിട്ടാനുള്ളതൊക്കെ നിനക്ക് കിട്ടി. അവൻ്റെ വഴിക്കും പോയി, നീ നിന്റെ വഴിക്ക് ഇങ്ങോട്ടും വന്നു. ഇനി ഇതിൻ്റെ പേരിൽ അവൻ്റെ കൂടെ ചെന്ന് സംസാരിച്ച് അവൻ്റെ കയ്യിരിക്കുന്നതും കൂടെ വാങ്ങിച്ചു കേട്ടാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. എടേ, ഒന്നുമില്ലല്ലോ, നിൻ്റെ ഐഡി കൊണ്ടുപോയിട്ട് അടിയില്ലേ, അതിനൊക്കെ അവൻ ചൂടി. ഏതായാലും വാങ്ങിച്ചോണ്ട് വെച്ചാലേ നീ ഒരു 10 വഴി. ഞാൻ എന്തായാലും 2 ഒഴിക്കാൻ പോകണം. 2 അടിക്കാൻ വന്നിട്ട് വിഷമൊക്കെ മാറും. അത്രേ ഉള്ളൂ. എന്നാ വഴി. എന്നാ കുടി. കൊടുത്തോണ്ട് അരവിന്ദ, ക്ഷീണമൊക്കെ മാറി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്താല് ഒടാഞ്ചി ഇപ്പൊ തന്നെ കണ്ണുറക്കാൻ പറ്റുന്നില്ല. എന്നാ നീ കണ്ണ അടച്ച് തന്നെ വെച്ചേരെ. എന്നാ പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ചന്തു, നിനക്കിട്ട ചാമ്പ്യന്റെ പേരറിയോടെ എനക്ക്? പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവന്റെ സ്ഥലം എനിക്കറിയാം. അവനെനക്ക് കണ്ടറിയാവോ? അവനെ എവിടെ വെച്ചുണ്ടായാലും എനിക്കറിയാം. നമ്മുടെ കൂട്ടത്തിനൊരുതന പുറത്തുനിന്നൊരുത്തൻ വന്ന് ഞൊണ്ടിട്ട് പോകുമ്പോ നമ്മൾ നോയിക്കൊണ്ടിരിക്കണോ? ചെയ്യാണ്ടത് ഇതിനമ്മ വരം ചോദിക്കണം. പിന്നെ കൂട്ടുകാരൻ പറയണ എന്തൊരു കാര്യം. നീ വാ, അമ്മ പറഞ്ഞിട്ട് പീരിക്കവനെ. വണ്ടിയറാ
എന്റെ അളിയെ ഞാൻ ആകെ പെട്ടിരിക്കുക. നിനക്ക് എങ്ങനെയും എന്നെ സഹായിക്കാൻ പറ്റുമോ? അണ്ണനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേയും. നീ ഒന്ന് മനസ്സിലാക്ക്. എടാ അവസ്ഥയാടാ. നീ എന്താ ഇങ്ങനെ? നീ എന്തേലും ചെയ്തൊന്ന് സെറ്റാക്കി താ. നീയാണോ മേരി എഡ്വിൻ? ആണെങ്കി വണ്ടിയും കൊണ്ടിയായിട്ട് റോട്ടി ഇറങ്ങുമ്പോൾ മര്യാദയ്ക്ക് ഓടിച്ചോണം. തന്തയില്ലാത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ വരുമ്പോൾ ഒരുമാതിരി കുണഞ്ഞ വർത്താനം അടിച്ചാ തല്ലിക്കൊന്ന് ഞാൻ തോട്ടി എറിയും. അപ്പൊ ശരി, ഉത്സവത്തിന്റെ ചിയേഴ്സ്. ഓക്കെ. അടുത്തതായി നാലുപേർ അമ്പൻ കമ്മ്യൂണിക്കേഷൻസിന്റെ അനുഗ്രഹീത കലാകാരി ശ്രീ രാജേശ്വരി അമ്മൾ ആലപിക്കുന്ന ഒരു ക്ലാസിക്കൽ സോങ് ആണ്. വേദിയുടെ വശത്തായി കൂടി നിൽക്കുന്ന യുവാക്കളുടെ ദയവായി നിങ്ങൾ നൃത്തച്ചുവടുകൾ വെച്ച് ഈ ഗാനത്തെ കൊല്ലരുതേ എന്ന് അരവിന്ദ, ഞാനാളിയ സജി. എടാ അവനെ കൊടുക്കണോ? എന്നാ വെടി വേണ്ടായിരുന്നു. നീ എന്തായാലും ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ആളെ പഠിപ്പിക്കാനായിട്ട്? നീയൊക്കെ കൂടി ആ എഡ്വിൻ്റെ അടുത്തിട്ട് ചാമ്പിയില്ലേ? നീ എങ്ങനെ അറിഞ്ഞ്? അതൊക്കെ ഞാൻ അറിയും. നീയൊക്കെ ചാമ്പി എഡ്വിൻ ഇല്ലേ, അതാ വട്ടി ഷാജിയുടെ ടീമിലുള്ള പയ്യനാണ്. അളിയ നമ്മളെ അനിയൻ ചെറുക്കനാണ് നമ്മളെ ഷാജിയുടെ മില്ല് ഡ്രൈവർ. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ സംഭവങ്ങളൊക്കെ അറിയുന്നത്. എഡ്വിനെ തൊട്ടവരെല്ലാം ഷാജിയുടെ നേരിട്ട് ഇറങ്ങി കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കണത്. അളിയ അരവിന്ദ, നീ ഞാനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഇവിടെ ഒന്ന് പറഞ്ഞത്. നിനക്ക് ഷാജിന്റെ സ്വഭാവം എനിക്കറിയാല്ലേ. നീ ഇങ്ങനെ വന്നിരുന്ന ആളെ പേടിപ്പിക്കാൻ നമ്മൾ എന്തിനു വേണമെന്ന് പറ. അളിയ എന്തായാലും അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്.
എന്തെങ്കിലും പോകാൻ വഴി ഉണ്ടെന്ന് ഞാൻ ആ പയ്യൻ്റെ കൂടെ തിരക്കിട്ട് നാളെ പറയാം. എന്തായാലും നിങ്ങളൊന്ന് പതിന്ന് നല്ലതാണ്. അപ്പോൾ ഓക്കെ കളിയാ, ആരാ ഞാൻ പോട്ടോടാ. തീർക്കോ അടുത്തൊരു ചെയിൻ സോങ്ങോട് കൂടി നാഗർകോവിൽ അമ്പാൻ കമ്മ്യൂണിക്കേഷൻസിന്റെ നിന്റെ കുത്തിക്കടപ്പാറിന്റെ നമ്മളോടൊപ്പം ചാവാൻ പോവേണു. എനക്ക് സമാധാനമല്ലേ? ഞാൻ കൂടുതൽ ഇനി ഒന്നും പറയണ്ട. അല്ല പിന്നെ തൽക്കാലം ഇനി ഇവിടെ നിങ്ങളുടെ മാറിയില്ല. അല്ലല്ലോ എന്റെ വാക്കും കേട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു. നീ എന്തിനാ പറഞ്ഞത്? ഇനി അടി എവിടെ നിന്നൊക്കെ വരണം, ഒരു പിടി. എവിടെ നിന്ന് അടി വന്നാലും കൊള്ളും. ഞങ്ങൾ നിനക്കും കൊള്ളും എനിക്കും കൊള്ളും. മറ്റൊരു അറിയിപ്പ് കൂടി, ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ആരും അടിപിടികളിൽ ഏർപ്പെടാതെ ശാന്തരായി തുടരണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. Welcome to the Chain Talk. దేవుడా దేవుడా ఏడుమల దేవుడా சூடுடா சூடுடா எங்க பக்கம் சூடுடா எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டுடா எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டுடா சபாஷே நீ எல்லாம் ஒன்றுதே. ഈ സംഭവം നമ്മൾ വിചാരിച്ച കണക്കല്ല കേട്ടാ, മുറ്റ് സീനാണ്. നിങ്ങളെ 3 വരെ തീർത്തുള്ള പ്ലാനാണ് ഷാജിയാണ് ഇട്ടേക്കുന്നത്. ചർച്ച ഒത്തീർപ്പൊന്നും ഷാജിൻ്റെ രീതിപ്പെട്ടതല്ല. അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടൻ 2, അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കണ്ട. ഇതറിഞ്ഞെങ്കിൽ നല്ല നേരത്തെ തലമിട്ടാൽ മതിയായിരുന്നു. ഡേയ് നീയൊക്കെ ഇടിച്ചതാ ഇടിച്ച്, അത് നിങ്ങളെ കലിപ്പ് എടുക്കാൻ എന്തെങ്കിലും പറയാം. നിങ്ങൾ ആ ബാഗ് അവിടെ നിർത്തുണ്ടോ എന്തിന്? ബാഗ്? ഏത് ബാഗ്? എടേ ബാഗ് മിസ്സായാലാണ് ഷാജിന് ഇത്രയും കലിപ്പ്. എന്റെ പൊന്നു സജി, അവനെടുത്തിട്ട് ചാമ്പ്യൻ എന്നുള്ളത് ശരിയാണ്, അല്ലാതെ അവന്റെ ബാഗൊന്നും ഇവിടെ ആരും എടുത്തിട്ടില്ല. എടേ ഷാജിൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം ബാഗിലുണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്ന വഴിക്കാണ് നീയൊക്കെ കൂടി അവനെ എടുത്തിട്ട് ചാമ്പ്യത്. ഇടിക്ക് ശേഷം ആ ബാഗ് മിസ്സിംഗ് ആണ്. എഡ്വിൻ പറഞ്ഞ നീയൊക്കെ അവനെ ഇടിച്ചിട്ടിട്ട് ബാഗ് കൊണ്ട് പോയെന്നാണ്. എന്റെ ദൈവമേ, ഇനി ഇതിന്റെ ഇടിയും കൂടെ കൊള്ളണമല്ലോ. ഏയ്, നിങ്ങൾ ആരെങ്കിലും ബാഗ് എടുത്താടേ? എടുത്തിട്ടുണ്ടെങ്കിൽ കുടറേ, ഇപ്പോൾ ഉള്ള പ്രശ്നം തന്നെ താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങളല്ലേ എടുത്താ? ഓ നിനക്ക് നമ്മളെ നമിച്ചോടാ. കള കൊലയാടി പോലെ നിന്നെ കാണുന്ന പ്രശ്നമല്ലോടെ ഉണ്ടായത്. അവൻ അടിക്കാൻ പോകുന്ന പറഞ്ഞ ആടി നീ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറ്റം നമുക്കായ നിങ്ങളെല്ലാം കൂടെ കൂടെ ഉണ്ടല്ല ഞാൻ ഇറങ്ങിയത്. ഉണ്ടാക്കിയ ഡയലോഗിക്കകത്ത് ബാഗ് ഉണ്ടാക്കി എടുത്ത് എന്റെ പൊന്നളിയാ ഞാൻ എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ബാഗ് ഞാൻ അവിടെ നിന്ന് കണ്ടുപോലുമില്ല. എടേ നിങ്ങൾ തമ്മിൽ തല്ലേണ്ട നേരമല്ലേ ഇത്? അറിഞ്ഞ കാര്യം ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറണം. നിങ്ങൾ കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ലത്. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇവൻ്റെ ഒരു കൂട്ടുകാരൻ കോയമ്പത്തൂരുണ്ട്, അങ്ങോട്ട് പോകാന്ന് വിചാരിക്കണം. കോയമ്പത്തൂരെങ്കിൽ കോയമ്പത്തൂർ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറണം. എങ്ങനെ പോകാനാണ് പ്ലാൻ? ട്രെയിനിൽ പോകാനാണ് വിചാരിക്കുന്നത്. സജി, നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. വേറെ ഒന്നുമില്ല, നമ്മുടെ ബൈക്ക് നമ്മൾ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോകുന്നത്. നീ അതവിടെ ഒന്ന് മാറ്റി തരണം. അതൊക്കെ ഞാൻ മാറ്റി വയ്ക്കാം. നീ കോയമ്പത്തൂരോട്ടല്ലേ പോണോ? ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ട്രെയിനുണ്ട്. എന്നാൽ നിങ്ങൾ സ്റ്റേഷനിലോട്ട് വിട്ടോ. അറിയാത്ത വേറൊരു കാര്യം, തൽക്കാലം ഇത് നീ വേറെ ആരോടും പറയണ്ട. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്നാൽ നിങ്ങൾ വിട്ടോ. ശരി എന്നാ. ഓക്കെ, ശരി. ശരിയെന്നാ. എന്റെ പൊന്നളിയന്മാരെ, ആ ബാഗ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കുടറാ. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പ്രശ്നങ്ങളല്ല. എന്റെ പൊന്നരവെന്ന ഞാൻ എടുത്തല്ല, ഞാൻ പറഞ്ഞേലടാ. പിന്നെ ഞാൻ എടുത്തത്. പിന്നെ എല്ലാം കൂടെ എന്നാ ചെയ്യും? എടാ ചന്തു, ഇത് പണിയാണെന്ന് തോന്നുന്നു. നീ വണ്ടി വിടും. ഇത് ഏണി കേസാണ്. വണ്ടിയറോ വഴി തീർന്നെന്നാണ് തോന്നുന്നത്. വലിച്ച്
തേച്ച്. ഒന്ന് കിട്ടിയ രണ്ടെണ്ണം കൂടി തിരിച്ചു കൊടുക്കണം. എത്ര മണിക്കാണ് ട്രെയിൻ? 11:30-ക്കല്ലേ? നിനക്കൊന്ന് പോകണ്ടേ? വണ്ടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാം. എടാ പൊക്കോടാ, പൊക്കോ, ട്രെയിൻ പോകൂടാ. ഷാജിയുടെ പിള്ളേരുടെ തന്നെ വേണോടാ നിന്റെയൊക്കെ ചൊറി. അരവിന്ദ, എഡ്വിന്റെ കയ്യിൽ നിന്ന് നീയൊക്കെ കൂടി എടുത്ത ആ ബാഗ് എവിടെ എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ ഇവിടെ നിന്ന് ജീവനോടെ പോവാം. ഏത് ബാഗാടാ സജി? നമുക്കാർക്ക് അങ്ങനെ ഒരു ബാഗിനെ പറ്റി അറിയത്തില്ലടാ. 10 കോടിയുടെ മോലാണ്ടാ പൊലാടി മോനെ. ആ ബാഗ് എവിടെ ഉണ്ടെന്ന് പറയാതെ നീയൊക്കെ എവിടെ നിന്ന് ജീവനോടെ പോയില്ല. എൻ്റെ പൊന്നരവിന്ദ, നീയൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് ഷാജിയുടെ റേഞ്ച്. അയാളെ പറ്റിച്ചിട്ട് നിനക്കൊക്കെ കേരളമല്ല ഈ പഞ്ചായത്ത് വിട്ട് പോലും വെളിയിൽ പോകാൻ പറ്റൂല. ഇതൊന്നും കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലെങ്കിൽ എഡ്വിനെ ഓരോരുത്തനെ തീർത്തളെ. ആ ബാഗ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ അവസാനത്തിന് ജീവൻ പോവാവൂ. എന്റെ പിള്ളേരെ തൊട്ടോന്റെ നാട്ടിൽ ഞാൻ ചവിട്ടി പിടിക്കും.
അതിനുശേഷം അവിടെ എന്താ നടന്നത്? അവിടെ ആരൊക്കെ വന്നത്? അമ്പ വന്നിരുന്നു അവിടെ? ഉനക്കെന്നെ തോന്നുന്നത്? സി മിസ്റ്റർ അയ്യർ, ഒരു ബന്ധവുമില്ലാത്ത അരവിന്ദനെ പറ്റിയും സജിയെ പറ്റിയും പിന്നെന്താ അയാളുടെ പേര് ഷാജിയോ, ഇവരുടെ കഥയൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ ചോദിച്ചതും എനിക്ക് അറിയേണ്ടതും അമ്പയെ പറ്റിയാണ്. சம்பந்தம் இல்லையன்ற யார் சொன்னது? இதுக்கு நான் சொல்லு. அம்மா, நீங்கள் நினைக்கிற மாதிரி அம்பா பார்க்குறது பிடிக்கும் அவ்வளோ ஈஸியான விஷயம் கிடையாது. ஏன்னா அம்பாவுக்கு உருவமே கிடையாது. He is a man with some extraordinary capabilities. Stop it! അയ്യർ, നിങ്ങളും അമ്പയായിട്ടുള്ള ബന്ധത്തെ പറ്റിയും എല്ലാ ഡീലിങ്സിനെ പറ്റിയും വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നില്ലെങ്കിൽ ജൂൺ 13-ന് കടലിൽ വെച്ച് നടക്കാൻ പോകുന്ന ഡീല് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറും. അതും പിടിച്ചിട്ടിയാ? പറവാലേ. അയ്യർ പ്ലീസ്. சேலத்தில் தான் அம்பா பிறந்தது. அவங்க அம்மா வந்து மலையாளி, அப்பா வந்து தமிழ். எல்லா மனுஷங்க மாதிரி அம்பாவும் നോർമലാக தான் பிறந்ததும் வளர்ந்ததும். எல்லாம் நல்லதாக ஓடிக்கிட்டு இருந்தேன். ஆனால் ப்ரீ டிகிரி படிக்கும்போது நடந்த அந்த இன்சிடெண்ட், அந்த ஒற்ற சாயங்கால தான் அம்பா ஓர்டினரி இருந்து எக்ஸ்ட்ரா ஓர்டினரியாக மாறினது. ഏതു സോങ്? இப்போ சொல்லுங்க அதீனா, சம்பந்தம் இருக்குல்ல? சார், நீங்க சொன்ன மாதிரி உண்மையிலே அவர் வருவாரா? വണ്ടി കൊണ്ടിട്ട് റോഡിലിറങ്ങി മര്യാദയ്ക്ക് ഓടിച്ചു പോകണം. തന്ത്രതരം കാണിച്ചിട്ട് ചോദിക്കാൻ വന്നപ്പോ ഒരുമാതിരി തൊലിഞ്ഞ വർത്തമാനം പറഞ്ഞുണ്ടല്ലോ, എന്നെ തലക്കൊന്ന് തോട്ടിയെറിഞ്ഞ്.